ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജയപാലന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കാവേരിയും ഗംഗയും. ഡൈനിങ് ഹാളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവരോടായി പ്രവീണ, അനിയത്തിമാരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണം. അതമ്മയും ശാരദയും ഒക്കെ പഴയ ആൾക്കാരാണ്. അവരൊന്ന് സമാധാനപ്പെടാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾ പുതിയ കുട്ടികളാ, എന്തും നേരിടാനുള്ള ധൈര്യമുണ്ടാവണം എന്ന് പ്രവീണ അവരെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ജയപാലനും അങ്ങോട്ട് വരികയാണ്. ജയപാലനും സോഫയിലേക്ക് ഇരുന്നോണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ അങ്ങോട്ട് ഇറങ്ങാനിരിക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയാ, ശാരദയ്ക്ക് സുഖം തന്നെ ഇല്ലയോ എന്ന് ജയപാലൻ ചോദിക്കേ. അതെ അങ്കിളെ എന്ന് ഗംഗയും. ഇളക്ക് പനിയാണെന്നേട്ടാ എന്ന് പ്രവീണ പറയേ. എന്തൊരു കഷ്ടമാ, ഒന്ന് കഴിയുമ്പോ വേറൊന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ജയപാലനും ടെൻഷൻ അഭിനയിച്ച് പറയുക. അതൊന്നും സാരമില്ല അങ്കിളെ, അത് മാറിക്കോളും. ഇപ്പോ ഈ ബാങ്കിന്റെ പ്രശ്നമാ ഏറ്റവും വലിയ തലവേദനായിട്ടുള്ളത് എന്ന് കാവേരിയും. ബാങ്കിന്റെ എന്ത് പ്രശ്നം എന്ന് സംശയത്തോടെ ജയപാലൻ ചോദിക്കേ. ഇത്ര പെട്ടെന്ന് മറന്നോ? ഏട്ടനല്ലേ എന്നോട് പറഞ്ഞത് ശാരദ വിളിച്ച കാര്യം? കുറച്ചു മുമ്പേ ഞാൻ അക്കാര്യം പറഞ്ഞിരുന്നു എന്ന് പ്രവീണ പറയുന്നത് കേൾക്കെ അവള് ദേഷ്യത്തോടെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട്, നീ കൊച്ചുങ്ങൾക്ക് ചായ കൊടുത്തോന്ന് ജയപാലൻ ചോദിക്കുക. എത്തുന്നവൾ പറയേ, കഴിക്കാനൊന്നും കൊടുത്തില്ലെന്ന് ജയപാലനും. വേണ്ടെന്ന് പറഞ്ഞെന്ന് പ്രവീണ പറയേ. വേണ്ടെന്ന് പറഞ്ഞാ കൊടുക്കത്തില്ലേ നീ എന്ന് ജയപാലനും. അല്ലേ ഒന്നും വേണ്ടെന്ന് ഗംഗയും യമുനയും പറയുമ്പോഴേക്കും പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞ് പ്രവീണയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാ ജയപാലൻ. അവരിയപ്പോഴേക്കും ജയപാലനോടായി, അങ്കിളെ ബാങ്കിൽ നിന്ന് 1-2 പേർ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അച്ഛൻ ഹൗസിംഗ് ലോൺ എടുത്താണ് വീട് വെച്ചതെന്നും 8 മാസമായി ലോൺ മുടങ്ങിയിരിക്കുകയാണെന്നും പറഞ്ഞു. പണമടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നാ അവർ പറയുന്നത് എന്ന് കാവേരി പറയേ. പണം അടച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടോ? അപ്പൊ ഇത്രനാളും കൃത്യമായിട്ട് അടച്ചതോ എന്ന് ജയപാലനും. ഇപ്പൊ ഹൗസിംഗ് ലോൺ എടുത്താ വീട് പണിതതല്ലേ എന്ന് ഗംഗ ചോദിക്കേ. ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് അങ്കിൾ വഴി ആയിരിക്കുമല്ലോ. അങ്കിളിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. അമ്മയോട് എന്ത് ചോദിച്ചാലും അറിയില്ലെന്നാ പറയാ എന്ന് കാവേരി പറയേ. 8 മാസമായി പണം അടച്ചില്ല എന്നുള്ളത് സത്യമാണോ അങ്കിളെ? എന്താ അങ്കിളെ പറ്റിയതെന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. അത് അരവിന്ദന് കുറച്ച് മാസങ്ങളായിട്ട് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ എന്നങ്കിൾ പറയുന്നവർക്കൊക്കെ അമ്പരപ്പോടെ, അച്ഛനിതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അങ്കിളെ എന്ന് ഗംഗയും. ഇതായിരുന്നു അയാളുടെ നന്മ, നിങ്ങൾക്ക് സന്തോഷം മാത്രമേ തരൂ, ദുഃഖവും സങ്കടവും എല്ലാം എന്റെ അടുത്ത് മാത്രം പറയും എന്ന് ജയപാലൻ പറയേ. ബാങ്കുകാർക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയതായിരിക്കുമെന്നാ ഞങ്ങൾ കരുതിയത്. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ പണം അടച്ചിട്ടുണ്ടാവുമെന്ന് കരുതി എന്ന് കാവേരിയും പറയുക. അല്ല, എനിക്കും അങ്ങനെ പറയാനാണേ ആഗ്രഹം, പക്ഷേ സത്യം അതല്ല എന്ന് ജയപാലൻ പറയേ. അയ്യോ, ഇനി എന്താ അങ്ങളെ ചെയ്യാ എന്ന് ഗംഗയും. ജപ്തി ചെയ്യുമെന്നൊക്കെയാ അവര് പറയുന്നേ എന്ന് കാവേരി പറയേ. ബാങ്കുകാർ അങ്ങനെയൊക്കെ പറയും, ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളുടെ അങ്കിളെ ജയപാലൻ ഇവിടെ ഇരിക്കുകയല്ലേ, അത് കൊള്ളാമെന്ന് ജയപാലൻ പറയുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ളതുമായി പ്രവീണയും അങ്ങോട്ടെത്തുകയാ. അപ്പോഴേക്കും ഗംഗയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. അങ്കിളെ, വീട്ടിൽ നിന്ന് യമുനയാ എന്നാ മൊബൈൽ നോക്കിക്കൊണ്ട് പറഞ്ഞേ. അവൾ എഴുന്നേറ്റ് അത് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഗംഗേച്ചി എന്ന് വിളിച്ച് യമുന കരയാൻ തുടങ്ങുകയാ. മോളെ എന്താടി, എന്തിനാ നീ കരയുന്നേ എന്ന് ഗംഗ ചോദിക്കേ. ആ ബാങ്കുകാർ വീണ്ടും വന്നു ഗംഗേച്ചി, ജപ്തി ചെയ്യാനുള്ള കോടതി ഉത്തരവുണ്ടെന്ന് അവര് പറയുന്നേ. എടുക്കാനുള്ളതൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ അവര് പറയുന്നത്. നിങ്ങളൊന്ന് പെട്ടെന്ന് വാ ഗംഗേച്ചി. കരച്ചിലോടെ യമുന പറയേ. ഞങ്ങൾ ഇപ്പൊ തന്നെ വരാം മോളെ, പേടിക്കണ്ടാട്ടോ, ഇപ്പൊ വരാമെന്ന് ഗംഗ പറയേ. അത് സംബന്ധിച്ച് യമുനയും കോൾ വെക്കുകയാണ്. എന്താ ഗംഗേച്ചി എന്ന് കാവേരി ചോദിക്കേ. ജപ്തിക്ക് കോടതി ഉത്തരവുമായിട്ട് ബാങ്കുകാർ വന്നിരിക്കുന്നു, സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്ന് ഗംഗ പറയേ. കാവേരി ജയപാലനെ നോക്കുക. അയാൾ തലകുനിച്ചിരിക്കുമ്പോഴേക്കും എന്താ അങ്കിളെ ചെയ്യാ എന്ന് കാവേരി ചോദിക്കേ. ജയപാലൻ ഒന്നും മിണ്ടാതിരിക്കുക. അങ്കിൾ എന്തെങ്കിലും ഒന്ന് പറ എന്ന് ഗംഗ ടെൻഷനോടെ പറയേ. ഗംഗച്ചി, ബാങ്കുകാർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണോ എന്ന് കാവേരി ചോദിക്കുന്നുണ്ട്. എന്നാ തോന്നുന്നേ എന്ന് ഗംഗ പറയേ. എങ്കിൽ പെട്ടെന്ന് പോവാം വായെന്ന് വിളിച്ച് കാവേരി അവളെയും കൂട്ടിക്കൊണ്ട് പോവുക. പ്രവീണയും ജയപാലനോടായി, എന്ത് കഷ്ട ഇത്, പാവം കുഞ്ഞുങ്ങൾ ഏട്ടും പോകുന്നില്ലെന്ന് അവർ ചോദിക്കേ. ദേ, നീ എന്റെ തലയിൽ കയറിയിരുന്ന് ചെവി തിന്നല്ലേ, ആദ്യം എനിക്ക് കുറച്ച് സമയം താ എന്ന് ജയപാലൻ പറയുമ്പോഴേക്കും പ്രവീണയും അവിടുന്ന് പോവുകയാണ്. അവിടെ തന്റെ ടൈലറിംഗ് ഷോപ്പിൽ ടെൻഷനോടെ ഇരിക്കുകയാണ് വിനീത്. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് വരുന്നത്. അവനോട് ഇരിക്കാനായി പറയുമ്പോഴേക്കും എന്താടാ നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കേ. മനസ്സിനൊരു സുഖവും ഇല്ലളിയ എന്ന് വിനീതും. അരവിന്ദൻ അങ്കിളിന്റെ വീട്ടിലെ പ്രശ്ന എവിടെ പോയിരുന്നു എന്ന് നിവിൻ ചോദിക്കേ. ഇല്ല, പോവാൻ പറ്റുന്നില്ലടാ. അവിടെ ചെല്ലുമ്പോ എങ്ങോട്ട് തിരിഞ്ഞാലും അമ്മാവന്റെ മുഖം കാണുന്നത് പോലെ തോന്നും, ആ സ്വരം കേൾക്കുന്ന പോലെ തോന്നും. ഇടയ്ക്കൊന്ന് തോളത്ത് തട്ടി സുഖമാണോ മോനെ എന്ന് ചോദിച്ച പോലെ തോന്നും. 2-3 ദിവസമായി ഞാൻ അമ്മാവന്റെ ഫോട്ടോയിൽ തന്നെ നോക്കിയിരിക്കും. ആ മുഖം ഇനി കാണാനോ സ്വരം കേൾക്കാനോ പറ്റില്ലെന്ന് ഓർക്കുമ്പോ ഒന്ന് പറഞ്ഞു നിർത്തി വിനീത് തന്റെ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുകയാണ്. ഇവനും അവനെ ആശ്വസിപ്പിച്ച്, ഡാ കരയല്ലേ, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോഴാണ് വിനീതിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നത്. അവൻ മൊബൈൽ എടുത്ത് നോക്കിക്കൊണ്ട്, ഡാ അമ്മാവന്റെ നമ്പറിന്നാ ആരാ വിളിക്കുന്നത് എന്ന് അമ്പരപ്പോടെ പറയേ. നീ എടുക്കെന്ന് നിവിനും. അവൻ ഹലോ എന്ന് പറയുമ്പോഴേക്കും വിനീതേട്ടാ എന്ന നിളയുടെ ശബ്ദമാണ്. എന്താ മോളെ എന്നവൻ ചോദിക്കുമ്പോ വീട്ടിൽ ആരൊക്കെയോ വന്ന് പ്രശ്നമുണ്ടാക്കുന്നെന്നോ? ആരെന്ന് വിനീതും. ഇന്നലെ വന്ന ബാങ്കുകാരെന്നാ പറയുന്നത്. വലിയ വഴക്കും ബഹളവും, എനിക്കാകെ പേടിയാവുന്നു, ഒന്ന് പെട്ടെന്ന് വരുമോ വിനീതേട്ട എന്ന് നില പറയുന്നതുകൾക്ക് ഞാൻ ദേ വരുന്നു, മോള് പേടിക്കേണ്ട കേട്ടോ, പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞവനും കോൾ വെക്കുകയാ. എന്താടാ, എന്തു പറ്റി, എന്താ പറയുന്നത് എന്ന് നിവിൻ ചോദിക്കേ. അളിയ,
നിളയെ വിളിച്ചത്. ബാങ്കുകാർ വീണ്ടും അമ്മാവിന്റെ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നെന്ന് എന്ന് വിനീതും പറയാ. ഞാനും വരാം നിന്റെ കൂടെ, നീ വായെന്ന് വിളിച്ച് നിവിനും അവനും കൂടി സ്നേഹതീരത്തേക്ക് തിരിക്കുകയാ. അവിടെ ട്രെയിനിങ് ടേബിളിൽ ടെൻഷനോടെ ഇരിക്കാണ് ശാരദയും അച്ഛമ്മയുമെല്ലാം. അച്ഛമ്മ ശാരദയോടായി പറയുന്നുണ്ട്, എന്റെ മകൻ ഏതൊക്കെയോ നാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് അധ്വാനിച്ചുണ്ടാക്കിയ വീടാ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമോ എന്ന് സങ്കടത്തോടെ ചോദിക്കേ. അതിന് ആരിറങ്ങിക്കൊടുക്കാൻ പോകുന്നു? അമ്മ പേടിക്കാണ്ടിരിക്കേ എന്ന് ശാരദ പറയുമ്പോഴേക്കും പുറത്തൊരു വണ്ടിയുടെ ഹോൺ ശബ്ദം കേൾക്കുകയാണ്. നിളച്ചെന്ന് ജനലിലൂടെ നോക്കുമ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വന്ന് നിൽക്കുകയാണ്. അവർ ജീപ്പിൽ നിന്നിറങ്ങി ബാങ്ക് ജീവനക്കാരുടെ അടുത്തേക്ക് നടക്കുമ്പോഴേക്കും അത് കാണുന്ന നിളയും അമ്മേ പോലീസ് എന്ന് പരിഭ്രമത്തോടെ വിളിച്ചു പറയേ യമുനയും ജനലിനരികിലേക്ക് ചെന്ന് നോക്കുകയാണ്. SI ബാങ്ക് ജീവനക്കാരുടെ അരികിൽ ചെന്ന് ഈ വീടാണല്ലേ എന്ന് ചോദിക്കേ. അതെ സർ, 8 മാസമായി അടവ് മുടങ്ങിയിട്ട് എന്ന് പറഞ്ഞ് റവന്യൂ റിക്കവറിക്കുള്ള കോർട്ട് ഓർഡർ കാണിച്ചു കൊടുക്കുകയാണ്. കണ യമുനയും പരിഭ്രമത്തോടെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന്, അമ്മ പോലീസാ, മര്യാദയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കേ. അതെങ്ങനെയാടി? വാതിൽ തുറന്നു കൊടുത്താ അവര് നമ്മളെ പിടിച്ച് വീടിന് പുറത്താക്കില്ലേ എന്ന് അമ്മയും ചോദിക്കുക. ബാങ്കുകാരോട് സംസാരിച്ചു കഴിഞ്ഞ് പോലീസുകാർ പോലീസ് ജീപ്പിനടുത്തേക്ക് നടന്നു പോകുമ്പോഴേക്കും അമ്മയെ പോലീസ് പോയി എന്ന് നിള വിളിച്ചു പറയുന്നുണ്ട്. പോയോ എന്ന് ചോദിച്ച് യമുനയും ചെന്ന് നോക്കുമ്പോഴേക്കും പോലീസ് ജീപ്പ് റിവേഴ്സ് എടുത്ത് പോകുന്നതാണ് കാണുന്നത്. സംശയത്തോടെ യമുന അമ്മയുടെ അരികിലേക്ക് ചെന്ന്, പോലീസ് അങ്ങനെ വെറുതെ പോവില്ലല്ലോ അമ്മേ എന്ന് ചോദിക്കേ. പെണ്ണുങ്ങളുള്ള വീടല്ലേ, തൽക്കാലം ഇടിച്ചു കയറി വരണ്ടെന്ന് തീരുമാനിച്ചു കാണും. സമാധാനപരമായി സംസാരിച്ചു തീർക്കാനായിരിക്കും അവരുടെ തീരുമാനം എന്ന് ശാരദ പറയേ. എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് അച്ഛമ്മയും. എന്തുകൊണ്ടാ അമ്മ ആ ബാങ്കുകാർ പോവാത്തെ എന്ന് യമുന ചോദിക്കേ. വേറെ പണിയൊന്നും ഇല്ലായിരിക്കും, അവരവിടെ വായി നോക്കി നിൽക്കട്ടെ, നിങ്ങൾ വന്നേ, രാവിലത്തേക്കൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ് ശാരദ എഴുന്നേൽക്കുമ്പോഴേക്കും പുറകുവശത്തുനിന്ന് ഡോർ തല്ലിപ്പൊളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. എന്താന്ന് ചോദിച്ച് പേടിയോടെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും കാണുന്നത് പുറകുവശത്തെ വാതിൽ തല്ലിപ്പൊളിച്ച് അകത്തേക്ക് കയറി വരുന്ന പോലീസുകാരെയാണ്. അവർ ഡൈനിങ് ഹാളിലേക്ക് വന്ന് ശാരദയോടായി, മര്യാദ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? മാന്യന്മാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? കോടതി ഉത്തരവ് എന്താ? അത് നിങ്ങൾക്ക് ബാധകമല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണം എന്ന് പോലീസുകാരൻ പറയുമ്പോഴേക്കും, എന്റെ മകന്റെ ചിതയിലെ ചൂടാറിയിട്ടില്ല സാർ, അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടമാ എന്ന് അച്ഛമ്മയും കരച്ചിലോടെ പറയുക. നിയമവും നീതിയുമൊക്കെ എല്ലാവർക്കും ഒരുപോലെയാ, ഇറങ്ങണം, ഇറങ്ങിക്കോ, പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിച്ച് എല്ലാവരെയും പിടിച്ച് പുറത്തിറക്കുകയാ SIയും കൂട്ടരും. സിറ്റൗട്ടിലെത്തുന്ന ശാരദ ആ പടിക്കെട്ടിലേക്ക് ഇരിക്കുമ്പോഴേക്കും, എന്താ എഴുന്നേൽക്ക്, ഇവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല എന്ന് SIയും. അപ്പോഴേക്കും ബാങ്ക് ജീവനക്കാരും അങ്ങോട്ടെത്തുന്നുണ്ട്. പിന്നെ ഞാൻ എവിടെ ഇരിക്കണം സാർ? സാറിന്റെ വീട്ടിൽ വന്നാ തരോ, എനിക്കും പിള്ളേർക്കും ഇരിക്കാനും കിടക്കാനുമുള്ള സ്ഥലം എന്ന് ശാരദ ചോദിക്കേ. നിങ്ങളോടാ മര്യാദയ്ക്ക് പറഞ്ഞത് പുറത്തു പോവാൻ എന്ന് SIയും. അതിനിപ്പോ മനസ്സില്ലെങ്കിലോ എന്ന് ശാരദയും. മര്യാദയ്ക്ക് പുറത്തു പോയില്ലെങ്കിലേ നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. ഇവരെ കണ്ടല്ലോ നിങ്ങള് എന്ന് കൂടെയുള്ള പോലീസുകാരെ കാണിച്ച് SI ചോദിക്കുമ്പോഴേക്കും, ചുമ്മാ പേടിപ്പിക്കാതെ പോകണം സാർ, ഇവിടെ കാട്ടാനയുടെ മുന്നിൽ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ നിങ്ങള് എന്ന് പറഞ്ഞ് ശാരദ ദേഷ്യത്തോടെ ഇരിക്കുക. ദേ അവസാനമായിട്ട് പറയുക SI പറയുമ്പോഴേക്കും, അമ്മേ എണീക്ക് എന്ന് കരച്ചിലോടെ പറയുന്നുണ്ട് നിളയും യമുനയും. ഓടി അങ്ങോട്ട് എന്ന് ശാരദ അവരെ വഴക്കു പറയുമ്പോഴേക്കും ബാങ്ക് ജീവനക്കാരും SI അങ്ങോട്ട് വിളിച്ച് മാറ്റി നിർത്തി എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് SI ചോദിക്കുമ്പോൾ, സാർ പറയുന്നത് പോലെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം, അവരുടെ അഹങ്കാരം കണ്ടില്ലേ എന്ന് ബാങ്ക് ജീവനക്കാരും. അതിപ്പോ നിങ്ങൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, നിയമമൊക്കെ മാറിയിട്ടുണ്ട്, കിടപ്പാടത്തിന് ഇറക്കി വിടാൻ പറ്റില്ലെന്നൊക്കെയാ പറയുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാലേ മുകളിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഞാൻ കുടുങ്ങും എന്ന് സാറ് പറയേ. ഞങ്ങൾക്ക് മാത്രമല്ല സാറിനും കൂടി ഗുണമുള്ള കാര്യമാ എന്ന് വേറൊരാളും. അപ്പോഴേക്കും അവിടെ എത്തുന്ന വിനീതും നിവിനും ബൈക്കിൽ നിന്നിറങ്ങി ഓടി അങ്ങോട്ട് എത്തുന്നുണ്ട്. SI വീണ്ടും പടിക്കെട്ടിലിരിക്കുന്ന ശാരദയുടെ അടുത്തേക്ക് ചെന്ന്, ഞാൻ ഒന്നുകൂടി പറയാ, നിങ്ങൾ ഇവിടെ നിറങ്ങണം എന്ന് വാണിംഗ് കൊടുക്കുമ്പോഴേക്കും, എന്താ അമ്മായി എന്ന് വിനീതേ നീ ഇത് കണ്ടില്ലേടാ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമെന്ന് എന്ന് ശാരദ പറയേ. ഞങ്ങളുടെ ഒരു അവസ്ഥ കണ്ടില്ലേടാ പൊന്നുമോനെ എന്ന് അച്ഛമ്മയും നിലവിളിയോടെ പറയുന്നു. ബാങ്ക് ജീവനക്കാരനും വിനീതിനോടായി, നിങ്ങള് പഠിപ്പും വിവരവുമുള്ള ആൾക്കാരല്ലേ, ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, ഈ കാണിക്കുന്നത് മുഴുവനും നിയമലംഘനമാണെന്ന് പറയേ. സാർ ഒരു മിനിറ്റ് എന്ന് നിവിനും. ഇനി എന്താണാവോ എന്ന് SI ചോദിക്കേ. സാർ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങളിങ്ങനെ എന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. സുഹൃത്തെ, ഇതിനൊക്കെ ഞങ്ങൾ പലതവണ മറുപടി പറഞ്ഞതാ, മര്യാദക്കിപ്പോ ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പറയണമെന്ന് ബാങ്ക് ജീവനക്കാരൻ പറയുന്നുണ്ട്. ശാരദയും പുച്ഛത്തോടെ, കുറെ ഇറങ്ങിത്തരും, ഇതെന്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാ എന്ന് പറയേ. സാർ കുറച്ച് കരുണ കാണിക്കണം, ഭരതന്റെയുടെ ഭർത്താവ് അരവിന്ദൻ അങ്കിളില ലോണിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ ബാങ്കുകാര് ഇവിടെ വന്ന് പറയുന്നത് വരെ ഈ വീട് ഹൗസിംഗ് ലോൺ എടുത്ത് പണിതതാണെന്ന് ഇവർക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് നിവിൻ പറയേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ എന്ന് SIയും. ഇവർക്ക് ലോൺ അടയ്ക്കാൻ കുറച്ച് സാവകാശം കൊടുക്കണമെന്ന് നിവിൻ പറയേ. സാവകാശം കൊടുക്കേണ്ടത് ഞാനല്ല, ബാങ്കുകാരാ. ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചോ വിദേശത്താണോ എന്നൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല, നിയമം നടപ്പിലാക്കുക മാത്രമാണ് എന്റെ ചുമതല. റവന്യൂ റിക്കവറിക്കുള്ള കോർട്ട് ഓർഡർ ഉണ്ട്, ജപ്തി നടപ്പിലാക്കാനാണ് അവരിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നിയമപരമായി നടക്കുന്ന ജപ്തിക്ക് സംരക്ഷണം കൊടുക്കാനുമാ. തടയുന്നത് ആരായാലും പൂച്ചക്കുഞ്ഞിനെ പോലെ
തൂക്കിയെടുത്ത് വെളിയിലെറിയും ഞാൻ. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ പറയും സ്ത്രീയോട്, അല്ലെങ്കിൽ പോലീസിന്റെ ലാത്തിയുടെ ചൂട് ഇവരറിയും. എസ്ഐ പറയുന്നത് കേൾക്ക് ശാരദയും ദേഷ്യം കടിച്ചമർത്തി ടെൻഷനോടെ ഇരിപ്പാ. വിനീതും നിവിനും കോംപ്രമൈസിനായി അവരോട് സംസാരിക്കുന്നതിനിടയിലാണ് കാവേരിയും ഗംഗയും സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുന്നത്. വിനീതിന്റെയും നിവിന്റെയും വാദത്തെ എതിർത്തുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ മുറ പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് എസ്ഐ വനിതാ പോലീസിന് നിർദ്ദേശം നൽകുമ്പോഴേക്കും പറഞ്ഞ നിനക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലേ എന്ന് ചോദിച്ചവർ അടിക്കാനായി ലാത്തി ഉയർത്തുമ്പോഴേക്കും അങ്ങോട്ടെത്തിയ കാവേരി ആ ലാത്തിയിൽ പിടിമുറുക്കുകയാ. അവൾ അത് പിടിച്ചു വലിച്ചെറിഞ്ഞുകൊണ്ട് എന്റെ അമ്മയെ തൊട്ടാലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഡി എന്ന് വിളിച്ച് വേറൊരു വനിതാ പോലീസും ലാത്തിയുമായി അവളുടെ നേരെ ചെല്ലുമ്പോഴേക്കും ഗംഗയും അത് വാങ്ങി പിടിച്ചു വലിച്ചെറിയുന്നുണ്ട്. എസ് ഐയും അങ്ങോട്ട് വന്ന് ഏയ് എന്താ ഇത്, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയേ. ഇപ്പൊ ഈ നിമിഷം ഞങ്ങളുടെ മുറ്റത്തുനിന്ന് ഇറങ്ങിക്കോണം എല്ലാരും, ആകെ പിടിവിട്ട് നിൽക്കുക ഞങ്ങൾ, എന്ത് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയേ. ഇവിടെ ആരും നിന്റെ അമ്മയെ തൊടാൻ പോകുന്നില്ല, ഞങ്ങൾ വന്നത് അതിനുമല്ല. ഈ നിൽക്കുന്ന സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ട് രേഖാമൂലം ഒരു പരാതി എഴുതി വാങ്ങിക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു വണ്ടി പോലീസിങ് വരും, പിന്നെ ഈ നിൽക്കുന്ന 2 ഝാൻസി റാണിമാരെയും നിങ്ങളെയും തൂക്കിയെടുത്തോണ്ട് അങ്ങ് പോവും. എന്തിനാ? യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും ശിക്ഷ എന്താണെന്ന് അറിയാമോ? IPC സെക്ഷൻ 352 ആൻഡ് 332. അതിന്റെ കൂടെ 307 ഒരു വധശ്രമം കൂടി അങ്ങ് ചാർത്തിയാലുണ്ടല്ലോ, ചുരുങ്ങിയത് ഒരു 10 വർഷം പിള്ളേരുടെ നല്ല കാലം അങ്ങ് ജയിലിൽ തീരും. ഇവര് സിനിമയിൽ മാത്രമല്ല ജയില് കണ്ടിട്ടുള്ളൂ, അതിന്റെ തിളപ്പ തീർത്തു തരുന്നുണ്ട് ഞാൻ, അത് വേണോ എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും അച്ചമ്മയും സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. അപ്പോഴേക്കും ഒരു ബാങ്ക് ജീവനക്കാരൻ വന്ന് എസ് ഐയെ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുകയാ. സാറാ പറഞ്ഞ ലോ പോയിന്റ് ശരിക്കും അങ്ങേറ്റു എന്ന് ബാങ്ക് ജീവനക്കാരൻ പറയേ. എവിടെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടാന്ന് നോക്കി നിൽക്കായിരുന്നു ഞാൻ. ആ പിള്ളേരെ പോലീസിന്റെ ദേഹത്ത് കൈവച്ചത് കൊണ്ടുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടു, ഇനി ബാക്കി ഞാൻ ഏറ്റു എന്ന് ബാങ്ക് ജീവനക്കാരോടായി പറഞ്ഞ് എസ് ഐ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ മറക്കാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്നത് പലയിടത്തും സംഭവിക്കാറുള്ളതാ. ഇത് ഇവരുടെ ഒരു വിവരദോഷമാണെന്ന് കരുതി ഞങ്ങൾ അങ്ങ് മറന്നേക്കാം. പക്ഷേ ഞങ്ങളെ ഡ്യൂട്ടി ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം. എന്തു പറയുന്നു എന്ന് എസ് ഐ പറയുന്നത് കേൾക്കെ കലിപ്പോടെ അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നുകൊണ്ട് ഞാൻ തീരുമാനമുണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അമ്പരപ്പോടെയും സംശയത്തോടെയും പരസ്പരം നോക്കുന്ന ഗംഗയെയും നിളയെയും കാവേരിയും എല്ലാം കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദേഹത്തു കൂടി മണ്ണെണ്ണ ഒഴിച്ച് ശാരദ പോലീസുകാരെയും ബാങ്കുകാരെയും വെല്ലുവിളിക്കുന്നതും പിന്നീട് ജയപാലൻ അങ്ങോട്ടെത്തുന്നതും ശാരദയും മക്കളും ആ വീടിന്റെ പടി ഇറങ്ങുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.